എന്നോട് കള്ളം കാണിച്ച ഇവളെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങളുടെ മകളെയും വിളിച്ചുകൊണ്ട് പൊയ്ക്കോ ഇപ്പം തന്നെ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അലറുകയാണ്. അത് മറ്റാരോടുമല്ല, നമ്മുടെ പാവം ലക്ഷ്മിയോടാണ്. നമ്മുടെ സച്ചിയും രേവതിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം അവിടെ നടക്കുന്ന സമയത്ത് അറിയാതെ കയറി വരികയാണ് നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ ദേവുവും കൂടി. അങ്ങനെ നമ്മുടെ സച്ചിയുടെ പ്രകടനമൊക്കെ കേട്ടിട്ട് ആകെ സങ്കടത്തിലാവുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയെ രണ്ട് കൈകൂപ്പി നമ്മുടെ ലക്ഷ്മി തൊഴുത് നിന്ന് മാപ്പ് പറയുകയാണ് രേവതിക്ക് വേണ്ടിയിട്ട്. എന്തിനായിരിക്കും സച്ചി ഇങ്ങനെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നത്? രേവതി അതിനു വേണ്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുക. പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ പനിയും അതുപോലെ ജലദോഷം, തുമ്മൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരുന്നാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വോയിസ് എടുത്തതിൻ്റെ ഇടയിൽ, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ തുമ്മലൊക്കെ കയറി വന്നേക്കാം. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഞാൻ എല്ലാവരോടും സോറി പറയുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂ വന്നിരിക്കുകയാണ്. നല്ല ഉശിരൻ റിവ്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഉണ്ടല്ലോ, നമ്മുടെ സച്ചിക്ക് നന്നായിട്ട് പിരികേറ്റി കൊടുക്കുകയാണ്. കിട്ടിയ ചാൻസ് നമ്മുടെ ചന്ദ്രമതി പാഴാക്കി കളയോ? ചന്ദ്രയല്ലേ ആള്. ചന്ദ്രമതി പറയണം, എടാ സച്ചി, ഞാൻ ഇവളെക്കുറിച്ച് ഓരോന്ന് പറയുമ്പോഴുണ്ടല്ലോ നീയല്ലേ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവള് നിൻ്റെ ജീവിതത്തിൽ എന്ന് വന്നു അന്ന് തൊട്ട് തുടങ്ങിയതാ നിനക്ക് ഈ കഷ്ടകാലങ്ങൾ മൊത്തവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണം, എൻ്റെ ചന്ദ്രേ, ഒന്നാമത് കാര്യം എന്തെന്ന് പോലും അറിയാതെ കിടന്ന് ചാടുക ഇവൻ. അങ്ങനെയുള്ള ഇവൻ്റെ കാലിലെ നീ വെറുതെ ചിലങ്ക കെട്ടി കൊടുക്കരുതേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി ഇങ്ങനെ ആക്കിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചി പറയാണ്, വെറുതെ ഒന്നും അല്ല ഞാൻ പറയുന്നെങ്കിൽ അതിൽ കാര്യമുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണേ, എന്തിനാ സച്ചി നീ വെറുതെ മോളെ കുറ്റപ്പെടുത്തുന്നത്? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്ക് വേണ്ടിയിട്ട്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മോൾ അങ്ങനെ പ്രവർത്തിച്ചത്. അപ്പോൾ സച്ചി പറയണേ, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ? ഇവളെപ്പറ്റി ഞാൻ വിചാരിച്ചതെല്ലാം വെറും തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ഇവൾക്ക് പിന്നീടെങ്കിലും എന്നോട് എല്ലാം തുറന്നു പറയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവളോട് ക്ഷമിച്ചേനെ. പക്ഷേ ഇതിപ്പോൾ ഇവൾ എന്നെ ഫൂളാക്കുകയാണ് ചെയ്തത്. ഇവളെ എന്ന് കല്യാണം കഴിച്ചോ അന്ന് തുടങ്ങിയതാ എൻ്റെ ഈ കഷ്ടകാലം എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ദേവും നമ്മുടെ ലക്ഷ്മിയും കൂടി കയറി വരികയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇങ്ങനെ സച്ചിയുടെ കാറ് കിടക്കുന്ന കാണുമ്പോൾ നമ്മുടെ ലക്ഷ്മി പറയണം, ആ മോളെ ദേവു, നമ്മൾ വന്ന സമയം കൊള്ളാം കേട്ടോ, സച്ചി മോൻ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്, മോൻ്റെ കാറ് കിടക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ കയറി വരികയാണ്. അപ്പോൾ വാതിൽക്കൽ എത്തുമ്പോഴത്തന്നെ അവിടുത്തെ യുദ്ധം കാണുകയാണ് നമ്മുടെ ലക്ഷ്മിയും ദേവും. അപ്പോൾ അവരവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോഴാണ് സച്ചി പറയുന്നത്, അച്ഛ, ഞാൻ എന്തെങ്കിലും പറയുമ്പോഴുണ്ടല്ലോ അച്ഛൻ ഒട്ടും ഇഷ്ടപ്പെടില്ല. വേണ്ട സച്ചി, ഇനി ഒന്നും സംസാരിക്കേണ്ട. നിങ്ങൾ അമ്മയും മോനും കൂടി എന്തിനാ ഈ കുട്ടിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അവൾ നിൻ്റെ നന്മ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ടാണ് അവൾ പറയാതിരുന്നത്. അത് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ നീയും ആ ഗജാനന്ദനും തമ്മിൽ എന്തൊക്കെ നടന്നാനേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ മോൾ അങ്ങനെ ചെയ്തത്. പിന്നെ എന്തിനാടാ നീ മനഃപൂർവ്വം മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കുറ്റം മുഴുവനും ഉണ്ടല്ലോ ഈ എൻ്റേതാ. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. അത് തന്നെയാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ കുരിശ് എന്ന് എൻ്റെ തലയിലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാ എൻ്റെ കഷ്ടപ്പാടുകൾ. മറ്റത് എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നു. വണ്ടിയും കൊണ്ട് പോവും, പൈസ കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല. കിട്ടുന്ന പൈസയ്ക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ കഴിക്കുകയായിരിക്കും. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ചുരുണ്ടുകൂടി കിടക്കും. ആർക്കും ഒരു ശല്യമില്ലായിരുന്നു. പക്ഷേ ഇവളെൻ്റെ തലയിൽ വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഞാൻ സഹിച്ചത്. ഇപ്പോൾ ഞാൻ കടക്കാരനായി. ഇവൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ ഇത്രയൊന്നും കിടന്ന് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ വണ്ടി ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു വണ്ടി വർക്ക്ഷോപ്പിലായി. 2 ലക്ഷം രൂപ വരെ അടച്ചിട്ടും ആ വണ്ടിയുടെ പണി ഒന്നും ആയിട്ടില്ല. ഇനിയും പൈസ എറിയണം ആ വണ്ടിയെ ഒന്ന് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ. വണ്ടിക്ക് വേണ്ടിയിട്ട് കടം മേടിച്ചും പലിശയ്ക്കെടുത്തും എന്നിട്ട് തന്നെ ആ വണ്ടി മേടിക്കാനായിട്ട് ഡ്യൂ എടുത്ത വണ്ടി എടുത്തതിൻ്റെ ഡ്യൂ അടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇവളോട് ക്ഷമിക്കാൻ പറ്റില്ല. എല്ലാം ഇവൾ ഒറ്റയെടുത്തി കാരണമാണ്. ഇവളുടെ വീട്ടിലന്ന് ഞാൻ ചെന്നപ്പോൾ ആ ഗജാനന്ദനുമായിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയതും ഇവക്ക് വേണ്ടിയിട്ടാണ്.
ആ ഒരു പ്രശ്നത്തിൻ്റെ പക മനസ്സിൽ വെച്ചിട്ടാണ് ആ ഗജാനന്ദൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ തല്ലേണ്ടി വന്നതും എൻ്റെ വണ്ടി ഇങ്ങനെ എനിക്ക് ഈ വിധത്തിൽ നശിക്കേണ്ടി വന്നതും എന്നിങ്ങനെ പറയുകയാണ് സച്ചി. അതിനുശേഷം സച്ചി പറയണേ, ഇതിനൊക്കെ കാരണം ഇവള് ഒറ്റൊരുത്തിയാ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ രേവതിക്കാണെങ്കിൽ ഇങ്ങനെ വല്ലാണ്ടാവുകയാണ്. രേവതിക്ക് വിഷമം തോന്നുകയാണ്. കാരണം ശ്രുതിയൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണത്. ഉച്ചത്തിലാണ് നമ്മുടെ സച്ചിയുടെ സംസാരം. അപ്പോൾ എന്നിട്ടാണ് സച്ചി പറയുന്നത്. അപ്പോൾ ഉടനെ രേവതി പറയണത്, നിങ്ങൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. ഞാൻ നിങ്ങളുടെ നന്മ മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് പറയാതിരുന്നത്. അന്ന് ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങളുടെ ജീവിതം ജയിലിലായി പോയേനെ. അതുകൊണ്ടാണ് എന്നിങ്ങനെ രേവതി താണ് കേണ് പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, ഒരക്ഷരം ഇനി നീ മിണ്ടിപ്പോവരുത്. എടി, എനിക്ക് സംഭവിച്ച് എൻ്റെ കടം വീട്ടാൻ ആര് കൊണ്ട് തരും എനിക്ക് പൈസ? ശ്വാസം വിടാൻ പറ്റാത്തത്ര അത്രയ്ക്ക് കടത്തിൽ മുങ്ങിക്കിടക്കുക ഞാൻ. നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തരുമോടി പൈസ? അതെ, നീ ഇനി പൂകെട്ടി എൻ്റെ കടം തീർക്കോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേവതിക്ക് ഒന്നും പറയാനില്ല, ഒരു മറുപടിയും പറയാനില്ലാണ്ട് നമ്മുടെ രേവതി ആകെ ഇങ്ങനെ പതറി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി രംഗത്തിറങ്ങുകയാണ്. ചന്ദ്രമതി പൊങ്ങി വരികയാണ്. ചന്ദ്രമതി പറയണം, മനസ്സിലായില്ലേടാ നിനക്ക്? ഇവളെ കുടുംബത്തുനിന്ന് കൊണ്ടു തരുമോടാ. ഇവളുടെ തറവാട്ടിലെ കോടീശ്വരന്മാരാ താമസിക്കുന്നത്. ദേ, ഓരോ ദിവസവും ഇവളെ വീട്ടിൻ്റെ മേൽക്കൂരയിൽ കൂടെ ഇങ്ങനെ കോടികളാണ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. ഇവളെ വീട്ടിൽ ഇവൾ കിടക്കുന്ന കട്ടിലുണ്ടല്ലോ, അതിനകത്ത് വിരിച്ചിരിക്കുന്ന മെത്തയുണ്ടല്ലോ, കോടികൾ കൊണ്ട് ഇങ്ങനെ അടുക്കി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടേ ഇവളുടെ വീട്ടിൽ നിന്ന് ഇവളെ കുടുംബക്കാർ വിചാരിച്ചിട്ടുണ്ടല്ലോ ഈസി ആയിട്ട് തീർക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ ഈ കടം എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ് നമ്മുടെ രേവതിയെ. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണം, ചന്ദ്രേ ഒന്ന് നിർത്ത് എന്നിങ്ങനെ പറയുകയാണ്. പാവം രവീന്ദ്രന് കൈ എന്തിനാണ് ദോരണങ്ങ് പൊട്ടിച്ച തീർത്തൊക്കെ പ്രശ്നമേ ഉള്ളൂ നമ്മുടെ ചന്ദ്രമതിക്ക്. പക്ഷെ പുള്ളിക്കാരൻ അത് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, ചന്ദ്രേ ഒന്ന് നിർത്ത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയണം. അപ്പോൾ സച്ചി ഇങ്ങനെ ദേഷിച്ച് സച്ചിക്ക് അരിശം തീരുന്നില്ല. അപ്പോൾ ഉടനെ സച്ചി പറയണം, അതേടി, അതെ, എനിക്കുണ്ടായ എൻ്റെ കടം എങ്ങനെ ഞാൻ വീട്ടും? നിൻ്റെ കുടുംബത്തൊന്ന് കൊണ്ടു തരോടി, നിൻ്റെ കുടുംബക്കാർ കൊണ്ട് തരോടി. വീണ്ടും കുടുംബത്തിൽ കയറി പിടിക്കുകയാണ് നമ്മൾ സച്ചി. രേവതിയുടെ സകലമാന എന്താ പറയുന്നത് നിയന്ത്രണവും വിട്ടു പോവാണ്. രേവതി പറയണത്, നിർത്ത്, ഇനി ഒരക്ഷരം എൻ്റെ കുടുംബക്കാരെ പറഞ്ഞു പോകരുത്, എൻ്റെ വീട്ടുകാരെ ഇനി തൊട്ട് കളിക്കരുത് എന്നിങ്ങനെ പറയണം. സച്ചിയോട് പറയണം, അതിവിടെ ആര് പറഞ്ഞാലും ഞാൻ ഇനി സഹിക്കത്തില്ല. നിങ്ങളുടെ അമ്മയ്ക്കൊരു വിചാരമുണ്ട്, ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്ന് കരുതിയിട്ട് എൻ്റെ വീട്ടിലുള്ളവരെ എന്തും പറയാമെന്ന്. അങ്ങനെ വല്ലോ വിചാരം ഉണ്ടെങ്കിലുണ്ടല്ലോ അമ്മയും മോനും നിർത്തിക്കൊള്ളണം അത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. നമ്മുടെ രേവതിയുടെ വായിൽ നിന്ന് വീഴുന്ന ഈ വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രനും അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് സച്ചി ആണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. സച്ചി രേവതി അങ്ങനെ പറയുന്ന സച്ചി വിചാരിക്കുന്നില്ല. പക്ഷേ പകരം അവിടെ കസേരയുടെ മണ്ടയിൽ ഇങ്ങനെ അള്ളിപ്പിടിക്കുകയാണ് സച്ചി. എന്നിട്ട് കൈ ഇങ്ങനെ ഞെരിക്കുകയാണ്. അതിനുശേഷം കൈ ഓങ്ങി നമ്മുടെ രേവതിയെ അടിക്കാനായിട്ട് തുടങ്ങുകയാണ് നമ്മുടെ സച്ചി. അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത് രവീന്ദ്രൻ ഇങ്ങനെ കൈത്തണ്ടയിൽ അങ്ങ് പിടിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് കൈത്തണ്ടയിൽ അങ്ങ് പിടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവുവും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും കയറി വരികയാണ്. കയറി വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ദേവു സച്ചി എന്നൊരു വിളിക്കുകയാണ്. അപ്പോൾ സച്ചി പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പം നീ എൻ്റെ മോളെ തല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞങ്ങൾ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുകയാണ്, ഒരുപാട് സമയമായോ ലക്ഷ്മി നീ വന്നിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയണേ, ഞാൻ വന്നപ്പോൾ ചിലതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റി. സച്ചി നീ വന്ന് എൻ്റെ മോളെ കൈവയ്ക്കാനും തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, നിങ്ങളെ മോളെ എങ്ങനെ കൈവയ്ക്കാതിരിക്കും? ഇവളെ കൊല്ലുക വേണ്ടത്. ഇവള് കാരണം എനിക്ക് വരുത്തി വെച്ചിരിക്കുന്ന നഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ലക്ഷ്മി പറയാണ്, സച്ചി അവൾ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, അന്ന് സംഭവിച്ച ആ കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ ദേവുവിനെ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ദേവു നിനക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ദേവു എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ എന്താ പറയുന്നത് സച്ചി പറയുകയാണ്, എങ്ങനെ പറയാനാണ്? നിങ്ങൾ ചേട്ടത്തി അനിയത്തി നിങ്ങളെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ടതല്ലേ, അപ്പോൾ നിങ്ങളിൽ നിന്നൊക്കെ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുന്നത്, മോനെ സച്ചി ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. എല്ലാ കാര്യവും എന്നോട് ദേവു തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മോൻ്റെ മുൻകോപം കാരണമാണ് ഒന്നും പറയാൻ പറ്റാതെ പോയത്. അത് പറഞ്ഞിരുന്നെങ്കിൽ മോൻ ഇന്ന് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായേനെ. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആരും ഒരു കാര്യവും മോനോട് പറയാതിരുന്നത് എന്നിങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുകയാണ്. അപ്പോൾ സച്ചി പറയണ, മതി, നിർത്ത്, എല്ലാ എണ്ണം കൂടി എനിക്ക് ലാഭം വരുത്തി തന്നത് മതി. എൻ്റെ നന്മയെ നിങ്ങൾ ആഗ്രഹിക്കേണ്ട കാര്യം എന്താ? നിങ്ങളുടെ നന്മ ആർക്ക് വേണം?
നിങ്ങളുടെ സ്നേഹം എനിക്ക് ആർക്ക് വേണം എന്നിങ്ങനെ ചോദിക്കുകയാണ് സച്ചി. അതിനുശേഷം സച്ചി പറയണ, അതെ, നിങ്ങളെല്ലാം കൂടി എൻ്റെ തലയിൽ വെച്ച് തന്ന ഒരു മുതലില്ലേ, ദേ നിൽക്കുന്നു, പോവാൻ നേരത്തുണ്ടല്ലോ ഇതിനെ കൊണ്ട് പൊയ്ക്കോളണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നത്, സച്ചി എന്താണ് നീ പറയുന്നത്, നിന്റെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ അതിര് ലംഘിക്കുന്നു, നിർത്തടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചിക്കങ്ങ് കലി അടങ്ങുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലക്ഷ്മിക്ക് സങ്കടം വരികയാണ്. ലക്ഷ്മി കരയുകയാണ്. ലക്ഷ്മി കരഞ്ഞിട്ട് രണ്ട് കൈയും ഇങ്ങനെ നമ്മുടെ സച്ചിയുടെ മുന്നിൽ ഇങ്ങനെ രണ്ട് കൈയും കൂപ്പിയിട്ട് പറയുകയാണ്, മോനെ സച്ചി, എന്തെങ്കിലും തെറ്റെൻ്റെ മോളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, നീ അതുകൊണ്ട് പൊറുക്കണേ മോനെ, എൻ്റെ മോളെ നീ സങ്കടപ്പെടുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ രേവതി നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അമ്മയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ മാറ്റിക്കളഞ്ഞിട്ട് പറയണം, അമ്മ എന്തിനാ ഈ മനുഷ്യനോട് ക്ഷമ ചോദിക്കുന്നത്? അതിനു വേണ്ടി ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഭർത്താവാണ് ഇദ്ദേഹം എന്ന് കരുതിയിട്ട് ഇദ്ദേഹത്തിനൊരു ആപത്തും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സത്യം ഒളിപ്പിച്ചു എന്നുള്ള കാര്യം നേര് തന്നെയാണ്. അതിൻ്റെ പേരിൽ ഇങ്ങനെ കിടന്ന് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാര്യത്തിൻ്റെ പേരിൽ അമ്മ ആരുടെയും കാലും കൈയും പിടിക്കേണ്ട ആവശ്യവുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രമതി പറയണ, കേട്ടില്ലേ, അവളുടെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല, അവൾക്ക് വല്ല കുലുക്കം ഉണ്ടാന്ന് നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. ഉടനെ രേവതി സൂക്ഷിച്ചൊരു നോട്ടം നോക്കുകയാണ് ചന്ദ്രമതിയെ നോക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, ചന്ദ്രേ, ഇനി ഒരക്ഷരം നീ മിണ്ടരുത്. നമ്മുടെ രവീന്ദ്രന് ഇങ്ങനെ മാത്രമേ പറയാൻ അറിയാവൂ കേട്ടോ, വേറെ ഒന്നും പറയാൻ അറിയില്ല. അങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുകയാണ്, ഇനി കൂടുതലൊന്നും എന്നോട് സംസാരിക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. നമ്മുടെ രേവതിയോട് വിരൽ ചൂണ്ടി പറയണം, ഇനി നീ ഒരക്ഷരം ഇവിടെ മിണ്ടരുത്, നിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുകയാണ്, ലക്ഷ്മി എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അത് രവിയേട്ട, ആടിമാസമല്ലേ വരുന്നത്, ആടിമാസത്തിന് മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ചടങ്ങിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാനും ദേവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയണം, ആടിമാസവും കൂടിമാസം വരെ ഒന്നും കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല, കൊണ്ടുപൊയ്ക്കോ ഇവളെ എന്നേക്കുമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നിങ്ങനെ പറയുകയാണ്. ലക്ഷ്മിക്ക് സങ്കടം വരികയാണ്. ലക്ഷ്മി കരയുകയാണ്. രേവതിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ടുകൂടുകയാണ് കണ്ണീരുകൾ. പക്ഷേ രേവതി അതൊക്കെ കടിച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ നല്ല വിഷമാവുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ രവീന്ദ്രൻ പറയുന്നത്, നിൽക്ക് സച്ചി നിൽക്കവിടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയണം, അച്ഛാ, ഏട്ടത്തിയുടെ കയ്യിൽ 1% പോലും തെറ്റില്ല, ഏട്ടത്തി നല്ലത് മാത്രം ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്തത്, പക്ഷേ ഏട്ടനെ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ഏട്ടൻ്റെ മാത്രം തെറ്റാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ സച്ചി പറഞ്ഞു, അതേടാ, എല്ലാം എൻ്റെ മാത്രം തെറ്റാണ്, എല്ലാം ഇവളെ ആളുകളല്ലേ, എല്ലാവരും ഇവളുടെ ആളുകളല്ലേ, നീയും ഇവളുടെ ആളാണെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്ര പറയാണ്, സച്ചി, നീ വെറുതെ ആവശ്യമില്ലാത്ത നിൻ്റെ ഈ മുൻകോപമൊക്കെ നീ ഒന്ന് അടക്കി വയ്യി, നിൻ്റെ ഈ മുൻകോപം കാരണമാണ് മോള് പലതും നിന്നിൽ നിന്നും ഒളിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, അതെ, എൻ്റെ മുൻകോപം ഇനി ഞാൻ എങ്ങനെ വേണമെന്നുള്ള കാര്യമേ എനിക്കറിയാം. എടാ സച്ചി, അതൊക്കെ കഴിഞ്ഞു, ഇനി ഇതിൻ്റെ പേരിൽ നീ ആ ഗജാനന്ദൻ്റെ പിന്നാലെ ഒന്നും പോവരുത് എന്നിങ്ങനെ സച്ചിയോട് രവീന്ദ്രൻ പറയുമ്പോഴത്തേക്ക് സച്ചി പറയണം, അതെനിക്ക് എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അച്ഛൻ്റെ കൈ തട്ടി എറിഞ്ഞിട്ട് ഒറ്റൊരു പോക്ക് പോവുകയാണ്. അങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഇങ്ങനെയായിരുന്നു, ഭയങ്കര ചിരിയൊക്കെ ചിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോൾ ആ സമയത്തിന് സച്ചി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറയണം, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ഇപ്പോൾ ഈ സമയത്ത് ഏട്ടനെ തടയാത്തത് തന്നെയാണ് നല്ലത്, ഏട്ടൻ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് റിലാക്സ് ആവട്ടെ, കുറച്ച് കഴിയുമ്പോൾ പിന്നീട് ഏട്ടൻ എപ്പോഴെങ്കിലും കയറി വരുമ്പോൾ ഏട്ടൻ കുറച്ചൊന്ന് ശാന്തനായിക്കോളും. ഇപ്പോൾ നമ്മൾ ഏട്ടനെ തടയാൻ നിർത്തിയിട്ടും കാര്യമൊന്നുമില്ല, തടഞ്ഞു നിർത്തിയാൽ ഏട്ടന് ദേഷ്യം വന്ന് ഇങ്ങനെ പൊട്ടി ഇരിക്കത്തേ ഉള്ള ഏട്ടത്തിയെ കാണുന്നതനുസരിച്ച്, അതിൽ നിന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കൂളായിട്ട് കയറി വരട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നേരത്തിന് നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ രേവതിയോട് പറയുകയാണ്, മോളെ രേവതി, അച്ഛന് കുടിക്കാൻ ഇത്തിരി വെള്ളം കൊണ്ടുപോവാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി പറയണം, കണ്ടില്ലേ, അവൻ്റെ സ്വഭാവം മാറിയത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ രവീന്ദ്രൻ ലക്ഷ്മിയോട് പറയണം, ലക്ഷ്മി, നീ അപ്പുറത്ത് വാ, നമുക്ക് ഇത്തിരി കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നൈസിന് ലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. രേവതി കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ
ദേവു ആണെങ്കിൽ ആ വീടിൻ്റെ ഒരു വശത്തേക്ക് അങ്ങ് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും സുധിയും മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി ചന്ദ്രമതിയോട് ചോദിക്കണം, അമ്മേ ഇത് എന്ത് സ്വഭാവമായി സച്ചിയുടേത്? എന്തിനാ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത്? 2 ദിവസം മുമ്പ് വരെ ഞാൻ കാണുമ്പോൾ ഇന്നലെ പോലും രേവതിയോട് എത്ര സ്നേഹമായിട്ടാണ് പെരുമാറിയിരുന്നത്. ശരിക്കും ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലോ സച്ചിക്ക് രേവതിയോട്, ഇവർ തമ്മിൽ എത്ര സ്നേഹത്തിലാണ് കഴിയുന്നതെന്ന് ഞാൻ മനസ്സിൽ കരുതുകയും ചെയ്തു. എന്നിട്ട് ദേ ഇപ്പോൾ ഒരു ശത്രുവിനെ പോലെ എത്ര അറപ്പോടും വെറുപ്പോടും കൂടിയ രേവതിയെ നോക്കിയിട്ട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. ഇതെന്ത് സ്വഭാവം അമ്മ ഈ സച്ചിയുടേത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയോട് നമ്മുടെ ചന്ദ്രമതി പറയണം, അതാ മോളെ അവൻ്റെ സ്വഭാവം. നീ വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആ ഡ്രൈവറുടെ സ്വഭാവത്തെക്കുറിച്ച്. ഇതിപ്പം നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ള കാര്യം? അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. അവൻ ആദ്യത്തെ എടുപ്പിന് അവളെ എടുത്തങ്ങ് മണ്ടേ കയറ്റും, പിന്നെ രണ്ടാമത്തെ എടുപ്പിന് ഠപാന്ന് പറഞ്ഞ് വലിച്ചങ്ങ് താഴെ ഇടും. ഇതേ അവൻ്റെ ജന്മ സ്വഭാവമേ ഇതാണ്. പിന്നെ അവളും ഒട്ടും മോശമൊന്നും അല്ലല്ലോ. അവളുടെ വായിന്ന് വീണതൊക്കെ നീയും കേട്ടതല്ലേ? അവൾ എന്നെ നോക്കി എന്തൊക്കെയാണ് സംസാരിച്ചത്. അതാ അവളുടെ സ്വഭാവം. 2 പേരും ഉണ്ടല്ലോ, കണക്ക ചക്കിക്കൊത്ത ചങ്കരൻ. പിന്നൊരു കാര്യമുണ്ടല്ലോ, അവളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ സച്ചിയെ പോലുള്ള ഒരുത്തൻ തന്നെയാണ് അവൾക്ക് പറ്റിയത്. നേരെ മറിച്ച് ഈ നിൽക്കുന്ന സുധിയെ പോലെ ഒരുത്തനാണ് ഇവളുടെ ജീവിതത്തിൽ വന്നെങ്കിലുണ്ടല്ലോ ആ കുടുംബം അവൾ കുട്ടിച്ചോറാക്കി കളഞ്ഞേനെ. ഇതുപോലൊരു തല്ലിപ്പൊളിയെ ഭർത്താവായിട്ട് കിട്ടിയിട്ട് പോലും ഇവൾ ഇത്ര അഹങ്കരിക്കുകയാണ്. പിന്നെ ഇത്രയും നല്ല സൽസ്വഭാവിയായ എൻ്റെ ഈ മകനെ എങ്ങനെയായിരുന്നു അവൾ വിവാഹം കഴിച്ചിരുന്നെങ്കിലുണ്ടല്ലോ പിന്നെ നോക്കേ വേണ്ടായിരുന്നു ഇവളുടെ ഈ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സുധി പറയണം, വാ ശ്രുതി നമുക്ക് മുറിയിൽ പോവാന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും വിളിച്ചുകൊണ്ട് നമ്മുടെ സുധി മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആവശ്യം തന്നെ, അവക്കത് ആവശ്യം തന്നെ, എനിക്ക് എത്ര കിടക്കുന്നു കേൾക്കാനും കാണാനും എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ രേവതി ഇങ്ങനെ ചായക്കൊക്കെ വെള്ളമൊക്കെ അടുപ്പിൽ വെക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നാലും അമ്മ തൊഴുതു നിന്ന ആ ഒരു സംഭവം നമ്മുടെ രേവതിയുടെ മനസ്സിലേക്ക് കയറി വരികയാണ്. രേവതിക്ക് അത് താങ്ങാനാവുന്നതിനപ്പുറമാണ്, ഭയങ്കര സങ്കടം വരികയാണ് നമ്മുടെ രേവതിക്ക് സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ ദേവുവും കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. എന്താ സച്ചിയേട്ടൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവു ചോദിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ രേവതി ചായ ഇട്ടിട്ട് ആ ചായ കൊണ്ടുവന്ന് നമ്മുടെ രവീന്ദ്രന് കൊടുക്കുകയാണ്, എന്നിട്ട് അമ്മയ്ക്കും കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയും രവീന്ദ്രനും അവിടെ താഴെ ഇരുന്ന് ചായ കുടിച്ചു, താഴെയല്ല സെറ്റിലിരുന്ന് 2 ആളും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ ദേവു എന്തേന്ന് ചോദിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയണം, മോളപ്പുറത്ത് അങ്ങണ്ട ഉണ്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മോളെ കൂടി ചായ കുടിക്കാൻ വിളിക്ക് ലക്ഷ്മി എന്ന് പറയുമ്പോൾ ലക്ഷ്മി അവിടെ നിന്ന് മോളെ ദേവു ദേവു എന്നിങ്ങനെ വിളിക്കുമ്പോൾ ദേവു ദേ വരുന്നമ്മേ എന്നിങ്ങനെ വിളി കേൾക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ ചായയൊക്കെ കുടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കണ്ടേ, ലക്ഷ്മി സുഖമാണല്ലോ അല്ലേ? പിന്നെ ഇത് സച്ചിയാണെങ്കിൽ എടുത്തുചാട്ടവും മുൻകോപവും ഒക്കെ മാത്രമേ ഉള്ളൂ, അവൻ ആളൊരു പാവമാണ് എന്നിങ്ങനെ പറയുകയാണ് രവീന്ദ്രൻ. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ലക്ഷ്മി പറയണേ, അതേ രവിയേട്ടാ, സത്യം പറഞ്ഞാലുണ്ടല്ലോ വിവാഹത്തിനൊക്കെ വരെയും അല്ലാതെ ഇതിന് മുമ്പൊക്കെ കണ്ടപ്പോഴുള്ള അവരുടെ 2 പേരുടെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് ആ പഴയ ആ ഒരു കലപില സ്വഭാവമൊക്കെ മാറിയിട്ട് ഇപ്പോൾ സച്ചി നല്ല സ്വഭാവത്തിലായി എൻ്റെ മോളും മരുമകനും നല്ല സ്നേഹത്തിൽ കഴിയണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ കണ്ണുകളിൽ കണ്ടതൊന്നും എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും ഇങ്ങനെ ഒരു മാറ്റം സച്ചിയിൽ നിന്ന് ഉണ്ടാവുകയാണെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല രവിയേട്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണം, പോട്ടെ ലക്ഷ്മി, ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. ഇത് സച്ചിയുടെ ജന്മ സ്വഭാവമേ ഇതാണ്. പെട്ടെന്നുള്ള ദേഷ്യത്തിന് എടുത്തു ചാടും, പൊട്ടിത്തെറിക്കും. എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നതെന്നൊന്നും അവൻ ചിന്തിക്കത്തുകൂടിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവൻ താനേ ശാന്തനായിക്കോളും. അപ്പോൾ ചെയ്തു പോയത് തെറ്റാണെന്ന് ബോധ്യമാവുകയാണെങ്കിൽ വന്ന് സോറി പറയും. ഇത് അവൻ്റെ പണ്ടേ ഉള്ള സ്വഭാവമാണ്. ഇത് കണ്ടിട്ട് ലക്ഷ്മി വിഷമിക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ലക്ഷ്മിയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ലക്ഷ്മി പറയാണ്, അത് രവിയേട്ടാ, ഞാൻ വന്നത് ഇനി ആടിമാസമല്ലേ വരുന്നത്, ആടിമാസത്തിൽ വിവാഹം കഴിഞ്ഞ് വന്ന പുതിയ പെൺകുട്ടിയെ അതായത് വിവാഹം കഴിഞ്ഞ് വന്ന പെൺകുട്ടിയെ അമ്മ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ആ ഒരു ചടങ്ങുണ്ടല്ലോ, കുറച്ച് ദിവസം പിന്നീട് അമ്മ വീട്ടിലാണല്ലോ കുട്ടി കഴിയുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് മോളെ വിളിക്കാനാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി എന്ന് പറയുന്ന ശൃംഗാരി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ചന്ദ്രമതി പറയണം,
ആടിമാസത്തിന് ക്ഷണിക്കാൻ വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയണം. എന്നിട്ട് ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കണം, ഇവളെ വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഇവൾ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. എന്തായാലും ശ്രുതിയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവൾ വീട്ടിൽ അടുക്കളയ്ക്കൊരു ആൾ വേണം. അപ്പോൾ ഇവൾ ഇവിടെ നിൽക്കട്ടെ, ഇവൾ വീടുന്ന പ്രശ്നമില്ല എന്നിങ്ങനെ ചന്ദ്രമതി മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, അപ്പോൾ അങ്ങനെ രവീന്ദ്രൻ്റെ കൂടെ പറയുകയാണ് നമ്മുടെ ലക്ഷ്മി പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, അതൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ ആടിമാസവും വേണ്ട, ഒരു മാസവും വേണ്ട, ഇവൾ ഇവിടെ തന്നെ നിൽക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ ലക്ഷ്മി അങ്ങ് എഴുന്നേൽക്കുകയാണ് ഇരിക്കുന്നിടത്തുനിന്ന്. അപ്പോൾ എഴുന്നേറ്റിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് നിന്നിട്ട് പറയണം, ചേച്ചി ഇതൊരു നാട്ടു നടപ്പല്ലേ ചേച്ചി, ഇതൊരു ചടങ്ങല്ലേ എന്നിങ്ങനെ പറയുകയാണ്. ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു ചടങ്ങല്ലേ, പിന്നെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയണം, പണ്ട് തൊട്ടേ ഉള്ള ചടങ്ങായിരിക്കും, പക്ഷേ ഇവിടെ അത് വേണ്ട. ഇന്നത്തെ കാലത്തെ ആടിമാസമൊന്നും ഇപ്പോൾ എങ്ങുമില്ല. ഇതൊക്കെ എല്ലാ മാസം പോലെ തന്നെയാണ് ഇപ്പോഴും. അല്ലാതെ ഈ ആടിമാസത്തിനൊന്നും ഇപ്പോൾ ഒരു പ്രത്യേകതയില്ല. അത് പണ്ടത്തെ കാലത്തെ ആചാരമാണ്, അതൊന്നും ഈ വീട്ടിൽ നടക്കൂല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിക്ക് വിഷമാവുകയാണ്. അതിനപ്പുറം വിഷമാവുകയാണ് നമ്മുടെ രേവതിക്ക്. അപ്പോൾ രേവതി നമ്മുടെ ലക്ഷ്മിയോട് പറയണം, അമ്മ എന്തിനാ ഇങ്ങനെ മറുപടിക്ക് കാത്തിരിക്കുന്നത്? ഞാൻ അമ്മയ്ക്കൊപ്പം വന്നേക്കാം. അദ്ദേഹം പറഞ്ഞിട്ട് പോയത് എന്നെ ഇവിടെ നിർത്തണ്ട, പോകുമ്പോൾ കൊണ്ടുപോയിക്കോളാനല്ലേ പറഞ്ഞത്, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നോക്കുകയാണ്, നമ്മുടെ ചന്ദ്രമതിയെ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, അതേ ഇവിടെ ഞാൻ പറയുന്നതാണ് വാക്ക്. ഇവിടെ രേവതിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇനി മേലാൽ ഈ വീടിൻ്റെ പടി അവൾ ചവിട്ടരുത് എന്ന് പറയുകയാണ്. പിന്നെ അതുകൊണ്ട് എന്നെ ഈ വീട്ടിലുള്ളവൾ ഇവിടെ തന്നെ നിൽക്കണം, അത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ വീട്ടിൽ ഇവൾ കാലെടുത്ത് കുത്തരുത് എന്നിങ്ങനെ പറയാണ്. ഒരു ആടിമാസവും കൂടിമാസവും ഇവിടെ ആടിയും വേണ്ട കൂടിയും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് വിഷമാവുകയാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങ് പോവുകയാണ്. അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, പുള്ളിക്കാരന് നാവുണ്ടെങ്കിലും വെറുതെ കിടക്കുകയാണ് വായിൽ. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയെ നിർത്ത് എന്ന് പറയാൻ മാത്രമേ പുള്ളിക്കാരനെ അറിയാവൂ. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയോട് രവീന്ദ്രൻ പറയാണ്, എന്തായാലും ലക്ഷ്മി ഒരു കാര്യം ചെയ്യും, മോൾ ഇവിടെ തന്നെ നിന്നോട്ടെ, ഇനി മോളെ കൊണ്ടൊന്നും പോവണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിക്ക് അത് കേൾക്കുമ്പോൾ വിഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ശ്രീകാന്തിനെ അല്ല, നമ്മുടെ ശ്രുതിയും അതുപോലെ നമ്മുടെ ശ്രുതിയാണ്. അവരുടെ ബെഡ്റൂമിൽ അവർ രണ്ടുപേരും ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ കയ്യിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രുതി ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതിയോട്, ശ്രുതി ഈ സച്ചിക്ക് ഇതെന്താ ഇത്ര ദേഷ്യം? എന്ന് സച്ചി ഇങ്ങനെ എപ്പോഴും നോക്കിയാലും ഇങ്ങനെയാണല്ലോ സച്ചി എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി പറയണം, അവൻ്റെ സ്വഭാവം പണ്ടേ ഇങ്ങനെയാണ്, പിന്നെ അവൻ്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. പിന്നെ ഒരു കാര്യമുണ്ട് ശ്രുതി, പിന്നെ അവൾ ചെയ്തതും തെറ്റ് തന്നെയല്ലേ? ഭർത്താവിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ ഭർത്താവിനോട് പറയണം. എന്തിനാ അവളെല്ലാം മൂടി വെച്ചിരുന്നത്? അതുകൊണ്ടല്ലേ അവ അറിഞ്ഞപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി പറയണം, അത് എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് ചാടുമെന്ന് വിചാരിച്ചിട്ടല്ലേ രേവതി അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറയണം. അതിനുശേഷം ശ്രുതി പറയണം, ശ്രുതി രേവതി ചെയ്തതുപോലെ ഞാനാണ് ചെയ്തതെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ശ്രുതിയിൽ നിന്നും മറച്ചു പിടിക്കുകയാണെങ്കിൽ അത് പിന്നീട് ശ്രുതി അറിയുകയാണെങ്കിൽ ശ്രുതി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി പറയുകയാണ്, നീ എന്നോട് അങ്ങനെ ചെയ്യില്ലെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഒരിക്കലും ഒരു കാര്യവും എന്നിൽ നിന്നും മറച്ചു വെക്കില്ല. നീ എൻ്റെ എല്ലാം തികഞ്ഞ ഭാര്യയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഉടനെ ശ്രുതി പറയണേ, എന്നിങ്ങനെ പറയണേ, എന്നാലും പിന്നാലും എന്നൊന്നും പറയണ്ട. നീ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിൻ്റെ മനസ്സുണ്ടല്ലോ ഒരു തുറന്ന പുസ്തകം പോലെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെ മനസ്സിലങ്ങനെ രേവതിക്കുള്ളതുപോലെ കള്ളത്തരങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നീ ഞാൻ തമ്മിൽ ഒരു പ്രശ്നവും ഒരു കാലത്തും ഉണ്ടാവാൻ പോണില്ല എന്നൊക്കെ നമ്മുടെ ശ്രുതി പറയുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ശ്രീകാന്തും നമ്മുടെ ദേവുവും കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ്. മറ്റൊന്നുമല്ല സംസാരിക്കുന്നത്, ദേവ് ചോദിക്കുകയാണ്, എന്താ ഈ സച്ചിയേട്ടൻ്റെ സ്വഭാവം ഇങ്ങനെ? ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ? കല്യാണത്തിനൊക്കെ വെച്ച് കണ്ടപ്പോഴും അതിനു മുമ്പൊക്കെ കണ്ടപ്പോൾ രേവതി ചേച്ചിയോട് എത്ര സ്നേഹമായിട്ടാണ് പെരുമാറിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഏട്ടൻ ഒരുപാട് മാറിപ്പോയി എന്നാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഏട്ടൻ ഒട്ടും മാറിയിട്ടില്ലെന്ന്. നോക്ക്, ചേച്ചിയെ തല്ലാൻ കൈവരെ ഓങ്ങിയില്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയണേ, എൻ്റെ ദേവു കൈയൊക്കെ ഓങ്ങുന്നുള്ളതേ ഉള്ളൂ, കൈയൊക്കെ ഉയർത്തുന്നേ ഉള്ളൂ, ഏട്ടൻ പക്ഷെ തല്ലത്തൊന്നുമില്ല. ആര് പറഞ്ഞു? ഒരു പക്ഷെ തല്ലിയെങ്കിലോ?
ഇല്ല ദേവു, എനിക്കറിയില്ല എൻ്റെ ഏട്ടനെ. രേവതി ഏട്ടത്തിയെന്നല്ല, ഒരു പെണ്ണിനെയും ഏട്ടൻ തല്ലില്ല. ഏട്ടൻ തല്ലു കൊടുക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് ആണുങ്ങളെ മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങളെ ഏട്ടൻ തല്ലത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരികയാണ്. ചന്ദ്രമതിക്ക് ഹാർട്ട് ഇടിക്കുകയാണ് അവർ തമ്മിൽ സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്ക്. അങ്ങനെ ചന്ദ്രമതി അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ശ്രീകാന്ത്, എന്താ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ ശ്രീകാന്ത് പറയണേ, ഏയ് ഒന്നുമില്ലമ്മേ. നിനക്കെന്താടാ? അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കെന്താ ഇന്ന് പോകണ്ടേ, റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണ, ആ സമയമുണ്ടല്ലോ അമ്മേ. സമയമുണ്ടെന്നോ? എപ്പോൾ കണ്ടാലും രണ്ടെണ്ണോ ഇങ്ങനെ മിണ്ടി പറഞ്ഞു ഇരിക്കാൻ, ഇത്രയ്ക്ക് വേണ്ടി നിനക്കൊക്കെ മിണ്ടി പറഞ്ഞു ഇരിക്കാൻ എന്താടാ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയണം, അമ്മ അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അമ്മയ്ക്ക് കാര്യമായിട്ട് പറഞ്ഞുകൂടെ? അമ്മ എന്തിനാ ഇങ്ങനെ എപ്പോഴും കണ്ടാലും ഇങ്ങനെ കടിച്ചു തിന്നാൻ നിൽക്കുന്ന കണക്ക് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രീകാന്ത്. അപ്പോൾ എന്നിട്ട് ശ്രീകാന്ത് നേരെ നമ്മുടെ ദേവുവിനോട് പറയണം, ആ ദേവു, നമുക്ക് പിന്നെ കാണാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങ് നടന്നു പോവുകയാണ്. ശ്രീകാന്ത് നടന്നു പോകുമ്പോൾ നമ്മുടെ ദേവു മുന്നോട്ട് നടക്കുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ കൈയെടുത്ത് ഇങ്ങനെ തടയുകയാണ് നമ്മുടെ ചന്ദ്രമതി. അതിനുശേഷം പറയണേ, നിൽക്കടി അവിടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദേവുവിനോട് ചോദിക്കുകയാണ്. ദേവു തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചന്ദ്രമതി അടുത്ത് വിഴുങ്ങുന്ന കണക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ്, എടി നിൽക്കടി അവിടെ, എന്താടി നിനക്ക് ആടിമാസം പോലും, എടി നീ നന്നായിട്ട് നിന്ന് ആടുന്നുണ്ടല്ലോ ഡി എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ദേവു തുറിച്ച് നോക്കിയിട്ട് പറയണം, ആടുന്നുണ്ടെന്നോ? അതിന് ഞാൻ മദ്യപിച്ചിട്ടില്ലല്ലോ ആടാനായിട്ട് എന്നിങ്ങനെ പറയണം. ഉടനെ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ്, നീ എന്നോട് തർക്കുത്തരം പറയുന്നോ? ആ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ മിന്നി അടിച്ച് നമ്മുടെ ദേവു അങ്ങ് നടന്നു പോവുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്മി കരയുകയാണ്. ലക്ഷ്മിയുടെ വീടാണ് കാണിക്കുന്നത്. ലക്ഷ്മി നമ്മുടെ കൃഷ്ണേട്ടൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വന്നിട്ട് കരയുകയാണ്. കൃഷ്ണേട്ട, ശരിക്കും നമ്മുടെ മോളെ നല്ല രീതിയിൽ അവൾ ജീവിക്കുന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വിചാരിച്ചത് ഒന്നും ശരിയല്ല എന്നുള്ള കാര്യം. ശരിക്കും സച്ചിയും രേവതിയും സന്തോഷത്തിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി അവർ തമ്മിൽ ഒരു സന്തോഷവും ഇല്ലെന്ന്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ കാര്യം പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് കരയുകയാണ് നമ്മുടെ ലക്ഷ്മി. അതിനുശേഷം ലക്ഷ്മി പറയാണ്, കൃഷ്ണേട്ട സത്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ മോളെ നമ്മുടെ മോളെ അവൻ തല്ലാൻ പോലും കൈ ഉയർത്തി. അങ്ങ് മരിക്കുന്ന സമയത്ത് അവസാനമായിട്ട് പറഞ്ഞത് മോളുടെ പേര് തന്നെയല്ലേ. നമ്മുടെ കുഞ്ഞിനെ എപ്പോഴും പറയുമായിരുന്നല്ലോ നല്ലതുപോലെ നോക്കണമെന്ന്, നമ്മുടെ മോളുടെ കണ്ണൊരിക്കലും നിറയത്തില്ലെന്ന് പറയുമായിരുന്നല്ലോ അങ്ങ്. ഇന്ന് ഞാൻ കണ്ടു, എൻ്റെ മോളുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകിയത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ശരത്തും അതുപോലെ ദേവുവും കൂടി ഇറങ്ങി വരികയാണ്. അവർ കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ദേവു അമ്മയെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുകയാണ്, കെട്ടി ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് പറയണം, അമ്മ കരയാതിരിക്കുക, ഒക്കെ ശരിയാവും അമ്മ എന്നിങ്ങനെ പറയുകയാണ്. ഇല്ല മോളെ, ഇത്ര നാൾ ഞാനും വിചാരിച്ചത് എല്ലാം ശരിയാവുമെന്നാണ്. എൻ്റെ മനസ്സിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ പ്രതീക്ഷയൊക്കെ നശിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലായി ഒന്നും ഒരിക്കലും ശരിയാവില്ലെന്ന് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി കരയുകയാണ്. അപ്പോൾ ആ സമയത്ത് ശരത്ത് പറയണം, അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ സച്ചിയേട്ടൻ ആളൊരു ദുഷ്ടനൊന്നുമല്ല, ആൾ നല്ല ആൾ തന്നെയാണ്, നല്ല സ്വഭാവം തന്നെയാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ ഏറ്റവും ഒരു മോശമെന്ന് വെച്ചാൽ ഭാഗമെന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുന്നും ഒന്നും നോക്കില്ല, എങ്ങനെയും ആരുടെയും പെരുമാറും. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അത് കഴിയുമ്പോൾ അദ്ദേഹം നന്നായിട്ട് തണുത്തുറഞ്ഞ് നല്ല സ്വഭാവത്തിൽ വരികയും ചെയ്യും. അതുകൊണ്ട് ഏട്ടൻ്റെ കാര്യത്തിൽ നിന്ന് നിങ്ങൾ വിഷമിക്കേണ്ട, ഏട്ടൻ ശരിയായിക്കോളും. പിന്നെ എല്ലാത്തിനും പിന്നിലുണ്ടല്ലോ ആ ഗജാനന്ദനാണ്. ആ ഫ്രോഡിനെ അങ്ങനെ വിട്ടിരിക്കുന്ന അനുസരിച്ച് അവൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് എന്നിങ്ങനെ നമ്മുടെ ശരത്ത് പറയുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നല്ലൊരു സൂപ്പർ എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്താ ലൈക്ക് തരാത്തത്? ഞാൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്, പക്ഷേ ആരും തരുന്നില്ല. ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. ഒന്നുമില്ലെങ്കിലും പനിയൊക്കെ പിടിച്ചെണീക്കാൻ വയ്യാതിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പനിയായിട്ടാണോ നീ കുളിച്ചിട്ട് ഇങ്ങനെ കുറിയൊക്കെ ഇട്ടിരിക്കുന്നതെന്ന്. ഇന്ന് ആയില്യായിരുന്നല്ലോ, ആയില്യത്തിന് ക്ഷേത്രത്തിലൊക്കെ പോയതാണ്, പനിയൊന്നും വക വെച്ചില്ല. അപ്പോൾ എന്താണ്, ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.